ഹലോ ഗൈസ്, ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കുക. ഇത് എൻ്റെ കോൺഗ്രസ് മുതിർന്നവർക്ക് വേണ്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ള മുതിർന്നവർക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഇത് അത്രയും ഗൗരവമായിട്ടുള്ളൊരു വാക്കുകളാണ്. ഈ വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിൽ നിൽക്കണ്ടയോ, തിരിച്ചെടുക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം. ഈ വാക്കുകൾ അത്രയും വിലപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കും. എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞാൻ യു പിന്നാ വിളിക്കുന്നത്. എന്റെ പേര് രജനി. ഇപ്പൊ ഞാൻ പാലക്കാടുകാരിയാ. കാരണം ഇതൊക്കെ പ്രദർശനങ്ങൾ തുടങ്ങി അന്ന് തന്നെ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന സാറേ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരന് സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം അവന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് അവന് പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ചെന്നത് കൊണ്ട് അവൻ പോയി, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ അവൻ വഴിയെ പോകുന്നൊരു പെണ്ണിനെ ഓടിച്ചിട്ട് പിടിക്കുവോ, അവൻ ആരെല്ലാം വീട്ടിൽ കയറി അവന്റെ കോൺഗ്രസ് ഭരണാധിപത്യം കൊണ്ട് അവൻ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ, ഇവിടെ ഉന്നാവിലൊക്കെ സംഭവിച്ചതുപോലെ, യു പിയിൽ ഉന്നാവില് ഒക്കെ സംഭവിച്ച്, യു പിയിലൊക്കെ BJP-ക്കാർ ചെയ്യുന്ന പോലെ താണ ജാതിക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് ബലാത്സംഗമൊന്നും അവൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിലാണ് അതാകുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വരെ കല്യാണം കഴിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയി മറ്റാമ്പിള്ളാരുടെ കൂടെ സുഖിക്കാൻ പോകുന്നതിന് സുപ്രീം കോടതി വരെ ഇത്രയും വ്യക്തമായിട്ട് തീരുമാനം വന്നിട്ടും VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും അതങ്ങോട്ട് തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. അത് നേരത്തെ അറിയാമായിരുന്നു. ഇവിടെ രാമനെ വനത്തിൽ അയച്ചതും വീട്ടിൽ നിന്നാണ്. കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതും വീട്ടിൽ നിന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ CPM-കാരെ BJP-ക്കാരെക്കാൾ കൂടുതൽ രാഹുലിന്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിലുള്ളതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്നാൽ പിന്നെ കോടതി, ബഹുമാനപ്പെട്ട കോടതി, നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം കൂടെ ഉണ്ടാകട്ടെ എന്നോർത്താണ് ഇത്രയും നാൾ സൈലന്റ് ആയിട്ടിരുന്നത്. അപ്പൊ ഇനി രാഹുലിനെ പോലുള്ള ഒരു യുവ നേതാവിന്, അല്ലെ ഷാഫിയെ പോലുള്ള മുസ്ലിമാ, അതുകൊണ്ടെന്താ അങ്ങനെയൊക്കെയുള്ളവര് ഇനി നമ്മുടെ പിള്ളേർ ആര് കാണണമെങ്കിലും ചെറുപ്പക്കാര് പിള്ളേർ വന്ന് നല്ല രീതിയിൽ, കഴിവുള്ളവർ വന്ന് നല്ല രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ന് പിന്നെ നെറുകിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റിനും കൊടുക്കാതെ എന്നാൽ പിന്നെ BJP ഏതായാലും ഭരണം അവരുടെ കയ്യിലായിരിക്കുന്നത്. ഒന്ന് വല്ലേ രാമരാജ്യം എന്ന് പറഞ്ഞ് നടന്നാൽ നമുക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഈ നോട്ട് നിരോധനത്തിന് മുമ്പ് മനുഷ്യർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചപ്പം ആരും പൂഴ്ത്തി വെച്ചിട്ടില്ലായിരുന്നു. ജോലി ചെയ്യുന്ന ശമ്പളം സത്യസന്ധമായിട്ട് ഉപയോഗിച്ചു. മോദി നോട്ട് നിരോധിച്ചത് കാരണം എല്ലാവരും GST അടയ്ക്കാനും CA കണ്ട് വരുമാനമെല്ലാം നിർത്തിവെക്കാനും എല്ലാ കള്ളത്തരങ്ങളും ഇവിടെയൊക്കെ ആക്കണം, ബന്ധുക്കളുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം പേരിലാക്കി വെച്ചിട്ട് എല്ലാവരും പതുക്കെ, അതായത് സത്യസന്ധമായിട്ടല്ല ജീവിക്കുന്ന, കള്ളത്തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന പോലെ ഈ കോൺഗ്രസ് നോട്ട് ചെയ്യാതെ എന്നാൽ പിന്നെ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ. ഇടുന്ന ഡ്രസ്സിനകത്തൊരു മഞ്ഞ കളർ ഉണ്ടായിരിക്കണമെന്നല്ല ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമല്ലോ, ജനാധിപത്യത്തെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ. പാലക്കാട്ട് നിന്നാണ്. പേര് ദേവി. ഈ പാലക്കാട്ടിലെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. എപ്പോ നോക്കിയാലും, ഫോൺ നോക്കിയാലും, TV ചാനൽ നോക്കിയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. എത്രയോ ന്യൂസുകൾ ഉണ്ട്. അത് കൊണ്ടുവരാണ്ട് എന്നും അയാളെ ഒരു ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാലോ സാറേ? അയാൾ തന്നെ മതി MLA പാലക്കാട്. പാലക്കാട്ടുകാരുടെ ആഗ്രഹം എന്താ? രാഹുലിനെ നിങ്ങൾ വെറുക്കുന്നോ അതോ ഇനിയും രാഹുൽ തന്നെ തുടരണോ? രാഹുലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല കുട്ടിയാണ്. അയാളെ പീഡിപ്പിച്ചു പറയണ ഒരാളിനെ പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബലമായിട്ട്. അവളുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ. ഇത് സത്യം നമുക്കൊന്നും അറിയില്ല ഇതെന്താന്നുള്ളത്. വീണ്ടും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, എനിക്ക് 2 ആൺമക്കളൊക്കെ ഉള്ളതാണ്. ഇത് എപ്പോ നോക്കിയാലും ആ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നാലോ? ഞങ്ങൾക്ക് ഇഷ്ടം രാഹുലിനെ തന്നെയാണ്. ഞങ്ങൾക്ക് രാഹുൽ തന്നെ മതി. ഒരു റോട്ടിൽ കൂടെ പോണ പെണ്ണിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിനെയോ പോയി കൈപിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് രണ്ടുപേരിന്റെ സമ്മതത്തോടെ കൂടിയിട്ട് തന്നെ ആണല്ലോ അവര്. അന്നൊക്കെ അത് മതി അന്ന് ഇഷ്ടമായിരുന്നു അല്ലേ അയാളിനെ, ആ കുട്ടീനെ?
ഇത് ശരിയാണോ? ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇല്ലാ കഥകളൊക്കെ പറയണത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് നമ്മൾക്കിത് സത്യം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. രാഹുൽ നല്ലൊരു കുട്ടിയാണ്, നല്ല മനുഷ്യനാണ്. എന്തിനാ ഇങ്ങനെ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ ആൾക്കാർ കൊല്ല ചെയ്യണം? ഇതിലേക്കും വെച്ചിട്ട് എത്രയോ ദ്രോഹങ്ങളും ദുഷ്ടതരങ്ങളും ചെയ്തവരില്ലേ? അവരിനെ ഇങ്ങനെ വേട്ടയാടുന്നില്ലല്ലോ. ആ കുട്ടീനെ എന്തിനാ വെറുതെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്കത് അറിയണില്ല. ഞങ്ങൾ ഒറ്റ തീരുമാനമില്ല, ഈ വരുന്ന ഇലക്ഷൻ ആരും അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോവില്ല. അതിന് ഏത് തന്നെ ആൾക്കാർ ആരെന്ത് വിചാരിച്ചാലും ശരി, വന്നാലും ശരി, രാഹുൽ നിൽക്കുകയാണെങ്കിൽ സ്വതന്ത്രനായി നിന്നാലും മതി. ഞങ്ങൾ എല്ലാവരും ആ കുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. പാലക്കാട്ടിലെ നിങ്ങളുടെ ബഹുഭൂരിപക്ഷ ആളുകളുടെയും താല്പര്യം രാഹുൽ തന്നെ മതി. സാറേ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ലീഡർ മാങ്കൂട്ടത്തിൽ സാറുടെ ഞങ്ങളുടെ സ്വന്തം ആളാണ്. അപ്പോൾ സാറുടെ മറ്റേ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതായത് അപ്പൊ ഈ ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ വീഡിയോ സതീശൻ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. പാലക്കാട്ടിലെ 90% ആളുകളും മറ്റേ ഞങ്ങളുടെ ലീഡർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത മാങ്കൂട്ടത്തിൽ ലീഡർ സാറുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ എന്നും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഇമ്മീഡിയറ്റ് ആ വീഡിയോ സതീശൻ പറഞ്ഞ മറ്റേ അയാളെ പിടിച്ച് പുറത്താക്കണം പാർട്ടിയിൽ. അയാളെ പാർട്ടിയിൽ പുറത്താക്കിയാല് മറ്റേ ഈ കോൺഗ്രസ് നന്നാവുള്ളൂ. ഞാനൊരു UDF കാരനാണ്. നിങ്ങളുടെ ജില്ലാ നേതൃത്വം എല്ലാം ഈ വി ഡി സതീശന്റെ പിന്നിൽ നിൽക്കുകയല്ലേ? അല്ല, മനസ്സിലായി സാറേ. ഞാൻ ഇവിടുത്തെ DCC പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞപ്പോഴും അവരും ഇതിന് മറ്റേ ആർക്കും ഇയാളെ പേടിച്ച് ആരും ഒന്നും പറയുന്നില്ല. രാഹുൽ അവിടെ സ്വതന്ത്രനായിട്ട് നിന്നാൽ നിങ്ങൾ ജയിപ്പിക്കുമോ? ഉറപ്പാണ്. 100%, 100%, 101% ഞങ്ങൾ കൂടി ഉണ്ടാവും അദ്ദേഹത്തിന്. അത് ഉറപ്പാണ്. അതായത് ഇയാളെ പിടിച്ച് ഈ മറ്റേ VD സതീശൻ എന്ന ഇയാളെ പിടിച്ച് പുറത്താക്കണം. ഇവൻ കേരള യാത്രയായിട്ട് വരുന്നു. അല്ല, ഇയാളുടെ കേരള യാത്രയൊക്കെ ഞങ്ങൾ ഇവിടെ മറ്റേ എതിർക്ക് ഇതൊക്കെ ഞങ്ങളിപ്പോ കേരളത്തിൽ അങ്ങ് എല്ലാം മറ്റേ ആൾക്കാർ തീരുമാനിച്ച കാര്യങ്ങൾ. ഇയാള് എവിടെ നിന്നാലും ശരി, ഈ മറ്റേ കൊടുങ്ങല്ലൂർ നിന്നാലും ശരി, പറവൂർ നിന്നാലും ശരി, അതായത് മാത്രമല്ല ഇയാളുടെ കൂടെ നിൽക്കുന്ന രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഇവർ ഈ മറ്റേ KC വേണമല്ലോ, ഇവരാരും ഈ 4 ആൾക്കാരും ഈ കേരളത്തിൽ എവിടെ നിന്നാലും ഞങ്ങൾ ഉറപ്പായിട്ട് 8 നിലയ്ക്ക് പൊട്ടിപ്പിക്കുവരെ. അത് ഞങ്ങളുടെ പ്രതികരണമാണത്. രാഹുൽ ഗാന്ധിക്ക് മറ്റേ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ കണ്ടിരുന്നു. അതായത് നമ്മുടെ ലീഡർ മാങ്കൂട്ടത്തിനെതിരായിട്ടും അവരുടെ കൂടെയുള്ള ആൾക്കാരും ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ നമ്മുടെ ലീഡർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കൊടുത്ത ഈ സ്ത്രീകൾ, അതിജീവിത എന്ന സ്ത്രീകളാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു അഡ്രസ്സും ഇല്ലാതെ 3 കംപ്ലൈന്റ് കൊടുത്തത് ജനങ്ങൾ കുത്തിപ്പോക്കും. അല്ല, ഇപ്പൊ ഇനി ആർക്ക് കൊടുത്ത് പാർട്ടിനെ ഒരു അന്വേഷണമോ ഇവന്റെ അഭിപ്രായമോ ചോദിക്കാതെ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? പിന്നെ ഇയാൾ ഇവന്റെ കാര്യത്തിൽ എന്താ? കോടതി തീരുമാനിക്കട്ടെ. ഈ 2 ദിവസം മുമ്പ് 24 ചാനലിൽ വന്നിട്ട് നമ്മുടെ ലീഡർ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് ഈ പ്രതികരിച്ചത് ഇവിടുത്തെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ മറ്റേ ഈ കുരുപൊട്ടലാണ് ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ് മുമ്പാണ് റിപ്പോർട്ടർ ചാനലിൽ മാത്രം കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം സതീശന്റെ പരിപാടികളല്ലേ? ഇതെല്ലാം സതീശന്റെ അത് ഞങ്ങൾ ഇതാക്കും സാറേ. അത് ഞങ്ങൾ സാറ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ഞങ്ങൾ സാറിന്റെ കൂടെ ITI ന്യൂസിന്റെ കൂടെ ഞങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാര് മുതൽ തന്നെ ആരുമില്ലായിരുന്ന സമയം മുതലേ ഞങ്ങൾ ഈ ഒരു നിലപാട് എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്റെ പേരിൽ എനിക്കെതിരെ 4 ജാമ്യമില്ലാ കേസുകളാണ്. രാഹുലിന് പോലും 3 കേസേ ഉള്ളൂ. സാറതൊന്നും പേടിക്കാൻ വേണ്ട. ജനങ്ങൾ ഇളകി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ MLA. മറ്റേ ലക്ഷക്കണക്കിന് മറ്റേ ഇത് ആൾക്കാർ തീരുമാനിച്ചെടുത്തതാണ് ഞങ്ങളുടെ MLA പാലക്കാട്ടിൽ. ഞങ്ങൾ ഇനിയും ഇവിടുന്ന് അദ്ദേഹം തന്നെ വേണം. ഷാഫി സാറും മറ്റേ രാഹുൽ മാങ്കൂട്ടത്തും 2 പേരും തന്നെ പാലക്കാട് വേണം. അതിൽ 3ാമതിൽ ഒരാൾ ആരും നിന്നാൽ ശരി ജയിക്കില്ല. ഇവിടെ കണ്ണൻ ഗോപിനാഥനൊക്കെ നിർത്തണമെന്ന് പാലക്കാട് പറഞ്ഞു കേട്ടു. ആരും നിർത്തിയാലും ജയിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം. രാഹുലിന് പകരം വെക്കാൻ പറ്റുമോ മാർക്ക്? അല്ലല്ല, പറ്റില്ല. ഞാൻ ഇദ്ദേഹത്തെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാറേ ഓഫീസിലേക്ക് ഞാൻ പോകാറുള്ള വ്യക്തിയാണ്. പാലക്കാട്ടിലെ ലോക്കലിലെ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഞാൻ ഇദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാണുന്നല്ല പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നത് നല്ല വ്യക്തിയാണ് പ്രസാദെ പോയി കാണണം, ഇന്നലെ നല്ല വ്യക്തിയാണ് പറയും. എന്താ പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ജസ്റ്റ് ഒരു വർഷം ആയിട്ടില്ല അദ്ദേഹം ഇവിടെ MLA ആയിട്ട്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് പിടിക്കുന്നില്ല. പല പാർട്ടി, എതിർ പാർട്ടി CPM-ലായാലും ശരി, BJP-യിലുള്ള ആൾക്കാർക്കും ഇതൊന്നും പിടിക്കുന്നില്ല. അതിനുള്ളിലുള്ള ആൾക്കാരും തന്നെ ചേർന്ന് കുത്തിപ്പൊക്കിയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സാർ. അത് അല്ലാതെ ഇത് ഒരു സംഭവത്തിൽ നടന്നിട്ടാണ് അദ്ദേഹം 24 ചാനലിൽ അദ്ദേഹം ഇത്രയും ഒരു ധൈര്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് ആ ഒരു ഇതാണത്. അദ്ദേഹത്തിനുള്ള ഇതാണ് ഒരു
ജനങ്ങളോടുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു മാത്രമല്ല, അദ്ദേഹത്തിന് 100% ഉറപ്പാണത്. സാറേ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജോയി. ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ ഉന്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ശ്രീകണ്ഠ രാവിലത്തെ പ്രതിപക്ഷ നേതാവൊക്കെ പ്രകടനത്തിന് ജാഥ നയിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 100 പേര് പോകുന്നില്ല. ഞാൻ ഇരിക്കൂർ ആണ് താമസിക്കുന്നത്. ഇരിക്കൂർ 9-ാം തീയതിയാ പോലും ശ്രീകണ്ഠാരത്തിനാ ഉദ്ഘാടനം. ഞങ്ങൾ എവിടെയാ ഇരിക്കൂറാ ഉള്ളത്. ഇരിക്കൂറിന് ഞാൻ ഉളുക്കല്ലേ അറിയാ. ഞങ്ങളിവിടുന്ന് ഒരു 100 പേര് പരിപാടിക്ക് പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതലേ കോൺഗ്രസിലാണ്. ഞങ്ങൾ കുടുംബക്കാർ തികച്ചും കോൺഗ്രസ്സുകാരാ. ഞങ്ങൾ ഇവരൊക്കെ ഈ സൈസ് പണിയും കൊണ്ട് വന്നാൽ എങ്ങനെ രക്ഷപ്പെടും? കോൺഗ്രസിലെ ആരാണ് ഈ രാഹുലിനെ ഇത്രയ്ക്കും വേട്ടയാടുന്നത്? കോൺഗ്രസിലെ ആരാ രാഹുലിനെ ഇപ്പം വേട്ടയാടുന്ന ഒന്ന് ഇവർ 3 പേര്, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും മറ്റേ ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, എന്നാ കോൺഗ്രസിന്റെ ഇതാണെന്നും പറഞ്ഞിട്ട്. അതൊക്കെ ഇവന്മാർ ഇറക്കുന്നതല്ലേ? അതൊക്കെ ഇവന്മാർ ഇറക്കുന്ന. ഇവന്മാരുടെ ഈ ഇറക്കം ശരിയാവുമല്ലോ. എന്നിട്ട് ഇവന്മാരിങ്ങനെ മറ്റുള്ളവർ പോയി വോട്ട് ചോദിച്ച് മേടിച്ചെങ്കിലല്ലേ ഇവന്മാർ ജയിക്കുള്ളൂ. ഇവന്മാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമല്ലേ ഉള്ളൂ. ഇവന്മാരൊന്നും ഒരു വീട് കയറാൻ പോകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പൈസ മുടക്കുന്നുണ്ടോ? ഇവന്മാർ വീട് കയറുന്നവരൊക്കെ ഒരു ചായ കുടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ടോ? നമ്മളെ പോലുള്ളവന് ഒരു രാവും പാവലും ഇല്ലാതെ കടന്ന് കഷ്ടപ്പെട്ട് ഇവന്മാരെ ജയിപ്പിച്ച് കഴിയുമ്പോൾ ഇവന്മാരെ കുസി കളിച്ചിട്ടിരിക്കുക. കുറച്ച് ആളുകത്തേക്ക് അങ്ങനെ കുസി കളിച്ചോട്ടൊക്കെ ഇവന്മാർ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം അല്ലാണ്ട് തന്നെ. എങ്ങനെയെങ്കിലും മാങ്കൂട്ടത്തിനെ ഇറക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ നമുക്ക്. എങ്ങനെയെങ്കിലും പുള്ളിനെ മത്സരിക്കണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ 50 പേര് ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ തയ്യാറാണ്. ഒരു പൈസയും വേണ്ട. ഞങ്ങൾ സ്വന്തം ചെലവും എല്ലാം ഞങ്ങൾ മുടക്കി ഞങ്ങൾ വണ്ടിക്ക് ഞങ്ങൾ പൊക്കോളും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങളിവിടെ ഒരു പുതിയതായിട്ട് ഒരു ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി എല്ലാം എടുത്ത് തീരുമാനിച്ചങ്ങനെ വയ്ക്കുക. നിങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നോ? ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ്സാണ്. എല്ലാവരും പാരമ്പര്യമായിട്ട്. എനിക്ക് 65 വയസ്സുണ്ട്. ഞാൻ പശുവിൻകിടാവ് ഉള്ളപ്പോൾ മുതൽ വോട്ടില്ലാതെ ഞാൻ കള്ളവോട്ട് വരെ ചെയ്താ പഞ്ചായത്തിലേക്ക്. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ 15 പേരുണ്ട്. ആ 15 പേരും കോൺഗ്രസ്സാണ്. ഞങ്ങൾ തലമുറയായിട്ട് കോൺഗ്രസ്സാണ്. ഈ സതീശൻ നടത്തുന്ന ഈ യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ അതോ ദോഷം ഉണ്ടാവുമോ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല പ്രയോജനം ഉണ്ടാവുമെന്ന്. എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തും ആൾക്കാർ ഇതുപോലെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ അതേ അവസ്ഥയാണ് ഓരോ സ്ഥലത്തും പറയുന്നത്. ഇരിക്കൂര്, പയ്യാവൂര്, ഇവരെല്ലാം ഓരോരുത്തരും കുറേ പേരുണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ പദയാത്ര കൊണ്ടൊന്നും ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരെ 2-3 എണ്ണത്തിന് എടുത്തിനകത്ത് കളയുവാണെങ്കിൽ തന്നെ പകുതി സമാധാനം കിട്ടും പാർട്ടിക്ക്. പാർട്ടി വരുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ ഇങ്ങോട്ട് പാർട്ടി കയറ്റിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം വേണ്ടേ? പാർട്ടി ഇല്ലെങ്കിൽ എന്നാ പാർട്ടി പ്രതിപക്ഷത്തിരുന്നാലും കുഴപ്പമില്ല. അന്തസ്സായിട്ടിരിക്കണം. അതിലെ അന്തസ്സ്. മറ്റുള്ള സ്ഥലത്ത് എല്ലാവരും പീഡനക്കാരെയൊക്കെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഇവിടെ പീഡനം എന്ന് പറഞ്ഞ ഉടനെ അവനെ അങ്ങ് അടിച്ച് ഇരുത്തുകയാണ്. ഇവനെ MLA ആയി കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഈ പീഡനം നടന്നതെന്ന് പറഞ്ഞാൽ തന്നെ നടന്നിട്ടുണ്ടത്. അവർ ചെയ്തിട്ടുണ്ട്, തെറ്റാണ്. ശരി, നമ്മൾ സമ്മതിക്കുന്നത്, ഞാനും സമ്മതിക്കുന്നത് തെറ്റാണ്. അത് ശിക്ഷിക്കട്ടെ. എന്തെങ്കിലും കോടതി ആണെങ്കിലും ഇപ്പം അയാൾ നിരപരാധിയാണെന്നുള്ള ഇപ്പം അത് കോടതിയിൽ എത്തിയേക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഉന്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഇനിയും പരാതികൾ വരും. അതുകൊണ്ട് അവനെ MLA സ്ഥാനം രാജിവെപ്പിക്കണം. കാരണം ഇവനല്ലേ ഇത് ആസൂത്രണം ചെയ്ത് വിടുന്നത്. അന്നേരം അവനറിയാം ആരെയൊക്കെ ഇനി വിടാവുള്ളതെന്ന്. ഓരോരുത്തരെ ലൈനപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇവനാണല്ലോ. ഇവനറിയാം ഇതിന്റെ വരേണ്ട ക്യൂവും സമയവും എല്ലാം ഇവന് കൃത്യം അറിയാം. അപ്പൊ ഇവർക്കറിയത്തില്ല. നമ്മുടെ ഈ പാർട്ടിക്കകത്ത് തന്നെയല്ലേ ഇങ്ങനത്തെ ആൾക്കാർ ഇനി കേസിൽ പെട്ടവരെ വരെയില്ലേ? ഒരു തുണിയില്ലാതെ പോയ ആൾക്കാർ വരെ നമ്മുടെ പാർട്ടിക്കകത്ത് ഇപ്പോഴും ആൾക്കാരില്ലേ? ഇതെന്തൊരു നാറിയ ഏർപ്പാടാണ്. നാറിയ ഏർപ്പാട്. ഇതിനൊക്കെ പേര് പറഞ്ഞാൽ നമ്മൾ വേറെ രീതി പേര് വരേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മുടെ ഇതിന് യോജിച്ചല്ലാത്തോണ്ടാ പറയാത്തത്. ഞാൻ ആൽബിൻ ലാസ്റ്റർ ആലപ്പുഴയിൽ നിന്നാണ്. സാറേ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഈ ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞൊരു മനുഷ്യനാണ്. ആ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞുകൊണ്ട് BD സതീശൻ സാറ്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് 60 വയസ്സ് 62 വയസ്സുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ്. അദ്ദേഹം, ഞാൻ പറയുന്നത് BD സതീശനെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇയാളെ തൂത്ത് എറിയണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ഫാമിലി മുഴുവൻ, ഞങ്ങൾ കൊച്ചുകാലം മുതൽ എൻ്റെ കുടുംബം എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ BD സതീശൻ സാർ ചെയ്ത വളരെ വളരെ നീചമാണ്. പാലക്കാട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ നിന്ന് ജയിച്ച് അവന് ആഭ്യന്തര വകുപ്പ് കൊടുക്കണം. എന്നിട്ട് വേണം ഈ പ്രതികാരം വീട്ടാൻ. അതിന് എല്ലാവിധ പിന്തുണയും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി സാറും ചെയ്യണം. അതിന് വേണ്ടതെല്ലാം ചെയ്യും. എന്റെ പൂർണ്ണ ആവശ്യം എന്ന് പറയുന്നത് സതീശനെതിരായിട്ട്, BD സതീശനെതിരായിട്ട് മത്സരിക്കണം. Cash Now, mobile cash loan app. മത്സരിക്കണം. ഒറ്റയ്ക്ക് ഇവനെ തോപ്പിക്കുക.
അതാണ് വേണ്ടത്. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ലതാ സുകുമാരൻ എൻ്റെ പേര്. ഞാൻ സാറിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഞാനിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ടാണ് വിളിച്ചത്. സാറേ, ഈ രാഹുലിന്റെ പരാതികളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും രാഹുലിനെ അടുത്ത ഇലക്ഷനിൽ നിർത്തുമെന്ന് തോന്നുന്നില്ല. അല്ല, അവന്മാർ ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ ഈ പണികളെല്ലാം ചെയ്തത്. അതെ, ഈ ഹണി ട്രാപ്പ് എല്ലാം ഉണ്ടാക്കിയത് അതിനു വേണ്ടി. പ്രത്യേകിച്ചും പാലക്കാട്ടെ ജനങ്ങളോട് രാഹുലിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, രാഹുൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും KPCC പ്രസിഡന്റിന്റെ ഓഫീസിലേക്കും പ്രതിപക്ഷ നേതാവിനും കത്തെഴുതുക. മെയിൽ അയക്കാൻ പറ്റുന്നവരോടെല്ലാം മെയിൽ അയക്കാൻ പറയുക. അതായത്, ഞാൻ ഇന്ന മണ്ഡലത്തില്, ഇന്ന പഞ്ചായത്തില്, ഇന്ന വാർഡില്, ഇന്ന ബൂത്തില് വോട്ടറാണ്. ഞങ്ങൾക്ക് രാഹുലിന് സ്ഥാനാർത്ഥിയായിട്ട് വേണം. ഇല്ല എങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. BJPക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഓരോരുത്തരും കത്തെഴുതണ്ട. ഇപ്പൊ ഒരാള് എഴുതിയിട്ട് എന്റെ വീട്ടിലെ എല്ലാവരുടെയും പേര് ചേർക്കുക. അല്ല, അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗം ചെയ്യാം. ഞങ്ങള് KPCC പ്രസിഡന്റിന്റെയും ഈ കേക്കച്ചന്റെയും മൊബൈൽ നമ്പർ ഞങ്ങൾ i2i ന്യൂസിലൂടെ കൊടുക്കും. ആളുകൾ വിളിക്കുക. ലോകമെമ്പാടും വരുന്ന ആളുകൾ അച്ചിലിരുന്ന് വിളിക്കുക ഫോണില്. ഇവന്മാർക്ക് വേറൊരു കോള് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകരുത്. ലോകമെമ്പാടും ആളുകൾ വിളിക്കുക. ഇപ്പൊ അതിനകത്ത് ആളുകൾക്ക് എളുപ്പമുള്ള കാര്യമല്ലേ നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലത്തെ എഴുത്തയപ്പും പരിപാടികളും ഒക്കെ എന്ന് പറഞ്ഞ പ്രായോഗികമല്ലല്ലോ. എന്നിട്ട് നമുക്ക് പ്രായോഗികമായ ആളുകൾക്ക് ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കാൻ പറയുന്നവർക്ക് മെസ്സേജ് അയക്കട്ടെ, വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റുന്നവർക്ക് വോയിസ് മെസ്സേജ് അയക്കട്ടെ, വിളിക്കാൻ പറ്റുന്നവർക്ക് വിളിക്കട്ടെ. അതെ, കത്തയക്കുക. അത് ഔട്ട് ഓഫ് ഫാഷനാണ്. ഓക്കെ. അപ്പൊ ഇവരെല്ലാം അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ആ ഡേറ്റ് എത്തുന്നതിന് മുമ്പ് ഇവരെ എല്ലാവരെയും അങ്ങ് ജനങ്ങളെ ശല്യപ്പെടുത്തുക. അവരെ അറിയിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുക. എനിക്ക് മനസ്സിലായി സഹോദരി പറയുന്നത്, എനിക്ക് കാര്യം മനസ്സിലായി. നമുക്കത് ചെയ്യാം. ഒപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിലുള്ളവരും ഞാൻ ഇന്ന മണ്ഡലത്തിലെ ആളാണ്, രാഹുലിന് അവിടെ മത്സരിക്കണം എങ്കിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നും മറ്റുള്ളവരും പറയട്ടെ, ഞാനും പറയാം. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ സാർ എത്രയും പെട്ടെന്ന് ചെയ്യണം. പിന്നെ സാറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാത്തിരിക്കുന്ന ആളാണ്. വീഡിയോസ് ഒന്നും കാണുന്നില്ല. സാർ കേസിലൊക്കെ ആയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസും പൊളിഞ്ഞു. ഇന്നലെ കോടതി എനിക്ക് 3ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം തന്നു. അതും പൊളിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്ന ആശ. അത് ഞാൻ രാഹുൽ മാങ്കടത്തിന് വേണ്ടിയാണ്. പാലക്കാട് മത്സരിപ്പിക്കൂല. ഒരു രമേശ് ചെന്നിത്തല എന്തോ ഇന്നലെ പറഞ്ഞല്ല, പുറത്തു പോയ ആളാണ്. ഫസ്റ്റ് അവനെ എടുത്ത് പുറത്തിടണം. രാഹുൽ മാങ്കുട്ടത്തിനെ മത്സരിച്ചില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ഇവിടുന്ന് ബോംബ് കൊണ്ട് അടുത്ത് നിങ്ങൾ ഇതിലിട്ടേക്ക്. നമുക്ക് പേടിയൊന്നുമില്ല. 35 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നത് ഏതോ ഭർത്താവിരിക്കുമ്പോ കൂടെ കിടന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള അതിജീവിതകളാ. പാവപ്പെട്ട ചെറുക്കനെ അവനെ നശിപ്പിക്കണം. അവന്റെ ഇത് കണ്ട് ഞങ്ങളെല്ലാം കരയും ഡെയിലി. ഞാൻ ക്രിസ്ത്യനാണ്. ഞാൻ ഇവിടെ എത്ര സ്ഥലത്ത് ഇത് നേർന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മാതാവിന്റെ അടുത്ത്, ഉണ്ണീശ്വരുടെ അടുത്ത് എല്ലാം പോയിട്ട് നേർച്ച കൊടുത്തിട്ട് അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. അവൻ ജയിലിൽ കിടന്നപ്പോ പാവപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയാണ് ഈ കേരളത്തിൽ. ഞങ്ങൾക്ക് നാണക്കേടാ. മലയാളി എന്ന് പറയാൻ ഇവിടെ നാണക്കേടാ ഞങ്ങൾക്ക്. ഇവിടെയൊക്കെ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഉപമുഖ്യമന്ത്രി VD ശിവകുമാർ എത്ര മാസം ജയിലിൽ കിടന്നിട്ട് വന്നു. ഒരു കാരണമുണ്ട്. എന്താണ് തെളിയണമല്ലോ. തെളിയാതെ അവനൊക്കെ എന്താ അവനേതവന പിണറായി വിജയൻ അവന്റെ മകൾ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇത് ഓഫീസൊക്കെ മേടിച്ചു. അവള് 2 മക്കളുള്ളവന് വന്നപ്പോ അവള് കല്യാണം കഴിച്ചു. അവള് അപ്പൊ ആ സ്ത്രീ അതിജീവിതല്ലേ? അത് ചോദിക്കാൻ ഇവന് നാണയില്ലേ? VD സതി രമേശ് ആ കുള്ളനെയൊക്കെ പിടിച്ചിട്ട് എടുത്തെറിയണം. വന്നിട്ട് മുരളി അവനൊക്കെ സംസാരിക്കും. ബാത്റൂമിൽ സംസാരിക്കറിയോ? കോൺഗ്രസിന്റെ എന്തെങ്കിലും വിലയുണ്ടാ? ശിവകുമാരൊക്കെ എങ്ങനെ അടിക്കണമെങ്കിൽ അടിക്കടാന്ന് പറഞ്ഞ് നിന്ന് സംസാരിക്കും. എന്തെങ്കിലും പ്രോബ്ലം. ഇവനൊക്കെ എന്താ രമേശ് തന്നെ വിറ്റ് പുറത്തുള്ള പാർട്ടിയാണ്. ആര് പുറത്തുള്ള പാർട്ടി? യുവാക്കൾ അവിടെ വളർന്നു വന്നാലേ കേരളം നന്നാവുള്ളൂ. ഞങ്ങൾ 40-45 വർഷം ഇവിടെ വന്നിട്ട് എത്രയോ സ്ത്രീകൾ വന്ന് പാവങ്ങൾ വീട്ടുപണിക്ക് നിൽക്കുന്നു. കേരളത്തിൽ നിന്ന് വന്ന് മക്കളെയും ഭർത്താവിനെ വിട്ടിട്ട് രാത്രിയും മകൾ 28,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന വീടുകളിൽ. ഇവൻ എന്ത് നാണമാണ് ഇവൻ പിണറായി? എന്ത് ഇത്? അപ്പൊ ഒരു കോൺഗ്രസ് വരണമെന്ന് എല്ലാരും ഓർത്തിരിക്കുന്ന സമയത്ത് ഇവനൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഈ രമേശ് ചെന്നിത്തല, ഈ എന്താണ് അവന്റെ പേര്, മുരളി, അവന്റെ പെങ്ങളോർത്ത ഈ മുരളിക്ക് പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ലോഡ്ജിൽ കൊണ്ടുപോയിട്ടുണ്ട്. സിനിമ തട്ടിട്ട് അറിയാമോ നിങ്ങൾക്ക്? അതെല്ലാം ഞാനപ്പാട്ട് 10th അവിടെ പഠിക്കുന്നുണ്ട് ഞാൻ പട്ടണക്കാട്. ആ സമയത്ത് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ലോഡ്ജിൽ കൊണ്ടുപോയിട്ടുണ്ട് ആന്ധ്രാക്കേർത്തി. എന്നിട്ട് അവനിപ്പോ അവനെങ്ങനെ വൈറ്റ് ഷർട്ടും മുണ്ട് കൊടുത്തിട്ട് അവൻ കോൺഗ്രസിലിരിക്കുന്നു. അവൻ ആരുടെ കൂടെ പോയാൽ അതെല്ലാം നമുക്ക് വേണ്ട. അവനെ നശിപ്പിക്കാൻ വേണ്ടി വേണമെന്ന് വെച്ചിട്ട് ചെയ്യണ കേരളത്തിൽ ഫുള്ള് ഭർത്താവ് വെച്ചിട്ട് ഇന്നിട്ട് ഒക്കെ കല്യാണം കഴിക്കാൻ മക്കളുണ്ടാക്കി. അവൾ തന്നെ മകനെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ മകനെ പ്രസവിച്ച് കാണിച്ച് വളർത്തണം. അതാണ് പെണ്ണിന്റെ ഇത്. അവൻ നോക്കിയില്ലെങ്കിൽ കൂടി അവള് പ്രസവിച്ച് കൊച്ചുങ്ങളെ വളർത്തണം.
അല്ലാതെ കണ്ടവന്റെ കൊച്ചുങ്ങളെല്ലാം പ്രസവിക്കുന്നു ഇതാക്കാൻ വേണ്ടി അവള് അത് രാഹുലിന്റെ മാങ്കുട്ടത്തിന്റെ കൊച്ചാണെന്ന് എങ്ങനെ പ്രൂഫ് ചെയ്യും? അവള് ഭർത്താവിന്റെ കൂടെ പോയി കിടന്നിട്ടുണ്ടാവില്ലേ? പാവപ്പെട്ട അവന്റെ അമ്മയെ ഒരു പെങ്ങൾ ശ്രീന ബിനാമ എന്ന് പറഞ്ഞ ശ്രീനൊക്കെ എത്ര വാസ്തവത്തിൽ എത്ര വേദനിപ്പിക്കുന്ന അവള്. ഈ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ ഈ കമ്മ്യൂണി, അതിന്റെ കൂടെയാണ് ഇവൻ. ഉമ്മൻചാണ്ടിക്ക് പ്രോബ്ലം വന്നപ്പോഴും അതേമാതിരി തന്നെ ഇവന് ഈ ചെന്നിത്തല അവരുടെ പക്ഷം നിന്നില്ലേ? പാവം ഇന്ദിരാന്ന് ഞാൻ ഇരിക്കുന്ന ഇന്ദിരാന്ന് ആ ഒരു ജോർജ് അവരുടെ സാറിന്റെ വീട്ടിലാണ് ഉമ്മൻചാണ്ടി സാർ കിടന്നത്. ഞങ്ങൾ എത്ര വാട്ടി പോയി കണ്ട്. അങ്ങനെ വേദന കൊണ്ടല്ല അസുഖം വന്ന് മരിച്ചത്. ചോദിക്കാനും പാവം